പ്രിയമുള്ള അധ്യക്ഷരെ, ഉസ്താദുമാരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഈ മഹത്തായ വേദിയിൽ ഇസ്ലാമിക സൗഹാർദ്ദത്തെക്കുറിച്ച് ഞാൻ അല്പം പറയാം. വിശ്വാസികൾ പരസ്പര സൗഹാർദ്ദത്തിൽ കഴിയണമെന്ന് വിശുദ്ധ ഇസ്ലാമിന് നിർബന്ധമുണ്ട്. കൂട്ടുകുടുംബങ്ങളും അയൽപക്ക ബന്ധങ്ങളും ഊട്ടിയുറപ്പിച്ചു വേണം സൗഹാർദ്ദങ്ങൾ ദൃഢമാക്കാൻ. ആരുമായി സൗഹാർദ്ദം സ്ഥാപിക്കുകയാണെങ്കിലും അത് അള്ളാഹുവിനു വേണ്ടിയായിരിക്കണം. അല്ലാതിരുന്നാൽ അതിന് സ്ഥാനം ഉണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സൗഹാർദ്ദത്തിൽ ആയവർക്ക് അന്ത്യനാളിൽ പ്രത്യേക തണൽ ലഭിക്കും. സൗഹാർദ്ദങ്ങൾ സ്ഥാപിക്കുന്നതിന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ പ്രോത്സാഹനം നൽകിയിരുന്നതായി ചരിത്രത്തിൽ കാണാനാവും. ഇതര മതസ്ഥരോടും നമുക്ക് സൗഹാർദ്ദം വേണം. പക്ഷേ അത് നമ്മുടെ വിശ്വാസം പണയപ്പെടുത്തിയാവരുത്. രോഗികളെ സന്ദർശിക്കലും കഷ്ടപ്പാടുള്ളവരെ സഹായിക്കലും സൗഹാർദ്ദത്തിൻ്റെ ഭാഗമാണ്. നബി തങ്ങൾ യഹൂദിയായ ഒരു കുട്ടി രോഗിയായി കിടന്നപ്പോൾ അവനെ കാണാൻ പോവുകയും അവനെ തലോടുകയും ചെയ്തതായി ചരിത്രത്തിൽ കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ പൂർവികർ സൗഹാർദ്ദത്തിന് ഏറെ പ്രാധാന്യം നൽകിയിരുന്നതായി കാണാം. ബന്ധുക്കളെ കാണലും അയൽവാസികളുടെയും മറ്റും വീടുകൾ സന്ദർശിക്കലും ഏറെ ആവേശത്തോടെ നടത്തിയിരുന്നു. എന്നാൽ ഇന്നിതാ അവസ്ഥ എന്തായി? സ്വന്തം കുടുംബക്കാരെ പോലും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട അവസ്ഥയല്ലേ സമൂഹത്തിൽ ഉള്ളത്? അയൽപക്കത്തെ വീട്ടിൽ എന്തു നടക്കുന്നു എന്ന വിവരം അറിയാൻ പത്രങ്ങൾ പരതേണ്ട അവസ്ഥ വന്നിട്ടില്ലേ? ആയതിനാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം ഓർക്കുമ്പോൾ അവിടുന്ന് നിർദ്ദേശിച്ചതും കാണിച്ചു തന്നതുമായ സൗഹാർദ്ദങ്ങൾ നിലനിർത്തുന്നതിന് നാം ശ്രമിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ആധുനിക സംവിധാനങ്ങളുടെ കാലത്ത് അവയൊന്നും കേവലം ഒരു ഫോൺ കോളിൽ ഒതുക്കി നിർത്തരുത്. ഇത്തരം വേദികൾ അതിനുള്ള പ്രചോദനങ്ങളാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ നിന്നും വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും.